ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ റിഡക്സിന്റെ ഫോർത്ത് ചാപ്റ്റർ ആണ്. റിഡക്സിന്റെ കണ്ടിന്യൂസ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ന്യൂ ആയിട്ട് വരുവാണെങ്കിൽ നമ്മളുടെ പഴയ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. ഇഫ് യു ആർ എ ബിഗിനർ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എന്താണ്, റിഡക്സിന്റെ സെറ്റപ്പ് ആണ്. സോ ഇൻസ്റ്റാളേഷൻ ഓഫ് റിഡക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരുന്നു റിഡക്ഷനെ പറ്റിയിട്ട്. ഇൻട്രൊഡക്ഷനും കോർ കോൺസെപ്റ്റ്സ് ആൻഡ് അതേപോലെ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓർ ഫണ്ടമെന്റൽസ് ഓഫ് റിഡക്സ് ആണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നോക്കിയിരിക്കുന്നത്. ആൻഡ് എന്തെങ്കിലും ഇതുവരെ നമ്മൾ പോയതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ, അതാണ് നമ്മളുടെ ഏറ്റവും ആ ഒരു റിഡക്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിഡക്സിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു കോഡിങ്ങിലോട്ട് ഇംപ്ലിമെന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ ഇതുവരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്രോജക്റ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വരും. സോ അപ്പം നമുക്ക് നോക്കിയാലോ. Hey my dear pretty souls, it's me Shefna Sharif and you're watching my channel JSTC. So no more delay, let's start. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റാളേഷൻ ആണ്. ഞാനിവിടെ റിഡക്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ ഫോൾഡറിനകത്തോട്ട് നമ്മളുടെ ഇനി നമുക്ക് എന്താണ്, നമ്മൾ റിയാക്റ്റിൽ റിഡക്സ് യൂസ് ചെയ്യുകയാണ് അല്ലേ. സോ നമ്മളുടെ കറണ്ട് റിയാക്ട് ആപ്പിലാണ് നമ്മൾ റിഡക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ റിയാക്ട് ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമുക്കത് നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. npx create spelling ആപ്പ്. അത് നമുക്കൊരു നെയിം കൊടുക്കാം അല്ലേ, റിയാക്ട് വിത്ത് റിഡക്സ് എന്നൊരു ആപ്പ് നെയിമാണ് കൊടുക്കും. സോ അത് ക്രിയേറ്റ് ചെയ്യട്ടെ. സോ നമ്മളിവിടെ നമ്മളുടെ റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ റിഡക്സ് ടൂൾ കിറ്റിനെ നമുക്ക് നമ്മളുടെ റിയാക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതിനു മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ന്യൂലി ക്രിയേറ്റഡ് ആപ്പിനകത്തോട്ട് എൻ്റർ ചെയ്യുക. സോ CD, അതേപോലെ നമ്മൾ നെയിം കൊടുക്കുക റിയാക്ട് വിത്ത് റിഡക്സ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളുടെ റിഡക്സ് പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. npm ഇൻസ്റ്റാൾ റിഡക്സും വേണം, അതേപോലെ റിയാക്ട് റിഡക്സും വേണം. ഓക്കെ, സോ എൻ്റർ അടി. ഇത് നമ്മളുടെ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ റിയാക്റ്റിൽ ഡിപ്പെൻഡൻസി package.jsonൽ ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്തോളും. ഓക്കെ, അപ്പൊ നമ്മൾ റിഡക്സ് നമുക്ക് എന്തായി, നമ്മളുടെ ഇവിടെ package.jsonൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളുടെ റിയാക്ട് റിഡക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതേപോലെ അതിന്റെ വേർഷൻ കാണിക്കുന്നുണ്ട് ആൻഡ് റിഡക്സിന്റെയും വേർഷൻസ് കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ നമ്മളുടെ ആപ്പിൽ റിഡക്സിന്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. റിയാക്ടിന്റെ ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാളേഷൻ ആണ്, റിഡക്സിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഇനി കോഡ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ നെക്സ്റ്റ് ചാപ്റ്റർ ഓൺവേർഡ്സ് ചെയ്യാം. സോ അപ്പൊ ഇത്രയും ചെയ്തിടുക. നമ്മൾ എന്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരിക. ഒരു ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ റിഡക്സ് ടൂൾ കിറ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിടുക. ദെൻ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഒക്കെ സിമ്പിൾ പ്രോജക്റ്റ് പോലെയൊക്കെ ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു കോഡിങ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ റിഡക്സിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഒരു സ്റ്റോർ എന്താണെന്ന് അറിയണം, അതേപോലെ ആക്ഷൻ എന്താണെന്ന് അറിയണം, റെഡ്യൂസേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. അങ്ങനെ ഇതിന്റെ മൂന്നിന്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആൻഡ് അതേപോലെ നമ്മളുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. ദെൻ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ, ഓൾസോ നമ്മളുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് നമ്മളുടെ മെമ്പേഴ്സുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട്, നമ്മളുടെ പഠിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് ഗ്രോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ഫോളോ ചെയ്യുക
ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.